ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായില്ല. വർക്കിൻ്റെ തിരക്കും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇന്നാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നപ്പം എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു. ഞാൻ വർക്കിന് പോയപ്പോൾ ഇപ്പം രാവിലെ എനിക്ക് വർക്കിംഗ് ടൈം മാറിയിട്ടുണ്ട്. രാവിലെ 9 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് നിങ്ങൾ കഴിച്ചു വെച്ച പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ ചിലപ്പോൾ ടൈം കിട്ടലില്ല. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ചിലപ്പം പോകും, ടൈമിന് പോകേണ്ടതുകൊണ്ട്. അപ്പോൾ അത് വന്നാൽ കഴുകി വെക്കാണ്ടാവും. അപ്പോൾ കിച്ചണിൽ വന്നേക്ക് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ടയേർഡായി വരുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ മൈൻഡൊക്കെ പോകും. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അത് ആദ്യം ക്ലീൻ ആക്കി വെക്കാൻ വിചാരിച്ച്. ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട്, അതേപോലെ ബസ്മതി റൈസും കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മന്തിനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ പരിപാടി. മറ്റേതാണെങ്കിൽ ഒരു ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാൻ നിൽക്കണ്ടേ, ടൈം ഒരുപാട് വേണം. ഇത് പെട്ടെന്നുണ്ട്, നമുക്ക് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മന്തി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് കഴുകി സെറ്റാക്കിയതിന് ശേഷം മന്തി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലേക്ക് നിൽക്കാൻ വിചാരിച്ച്. ആദ്യം നമ്മൾ മന്തി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റൈസ് ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ആദ്യം വന്നേക്കന്നെ അതാ ചെയ്തത്. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടും വെച്ച്. പിന്നെ ഈ കിച്ചൺ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ. ചിക്കന് നല്ല കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തണുത്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ടാവും ഞാൻ റൈസ് കുതിർത്താൻ വെച്ചിട്ട്. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞാൽ മന്തി മസാലകളൊക്കെ ഇട്ടിട്ട് ചിക്കനും ഇട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് മന്തി റൈസ് വേവിച്ചിരുന്നത്. പക്ഷേ അതാകുമ്പോൾ നമുക്ക് റൈസ് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും, നമ്മൾ കപ്സ പോലെ ആയി തീരും. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ ചെയ്യൽ, റൈസ് ആദ്യം വേവിച്ചെടുക്കും, പിന്നെ ചിക്കനും സെപ്പറേറ്റ് വേവിച്ചെടുക്കും, പിന്നെ ഒന്നിച്ച് ദമ്മിടല. ഇപ്പോൾ അതുക്ക് ആ വെള്ളത്തേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നാരങ്ങൻ്റെ നീരും ഇത്രയും ഞാൻ ആ വെള്ളത്തേക്ക് ഇടലുണ്ട്. അതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് ഞാൻ അരി ഇട്ട് കൊടുക്കൽ. എനിക്ക് കുറച്ച് ചതവിൻ്റെ ആവശ്യമുണ്ട്, അതായത് ഞാൻ മന്തിക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കലുണ്ട്. അതേപോലെ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാനും കുറച്ച് വെളുത്തുള്ളി വേണം. വൈറ്റ് സോസ് ഞാൻ സാധാരണ ഇപ്പോൾ ഉണ്ടാക്കൽ പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇപ്പോൾ വൈറ്റ് സോസൊക്കെ ഭയങ്കര സീനാണ് പറയണേക്കാമല്ലോ. നമ്മൾ വേവിക്കാത്ത മുട്ട ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് കേടുവരും, അത് ഭയങ്കര പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു കേട്ടതിന് ശേഷം ഞാൻ മുട്ട പുഴുങ്ങിയിട്ടാണ് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം ഞാനൊക്കെ ഒരുപാട് ഉപയോഗിക്കലുണ്ട് വൈറ്റ് സോസ്. അപ്പോൾ നമ്മൾക്ക് കേടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കരുതല്ലോ. അപ്പം എൻ്റെ അരി കേക്ക് ഞാനത് കിട്ടു. ഞാനീ പറഞ്ഞ ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റൈസ് അത്രക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കില്ല. പിന്നെ നമ്മൾ മുഴുവനായിട്ടും വേവിക്കരുത്, ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമ്മൾ സംഭവം ഊറ്റി മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കി വേവ് നമ്മൾ ദമ്മിടുമ്പോഴാണ് സെറ്റാക്കി എടുക്കുക.
ഇനിയിപ്പോൾ ചിക്കൻ റെഡിയാക്കി എടുക്കണം. അത് കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മസാല തേച്ച് കുറച്ച് ടൈം വെക്കണം. സാധാരണ ഒരു അരമണിക്കൂറൊക്കെ വെക്കണം. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പരിപാടി തീർക്കുകയാണ്. അത് ചിക്കൻ കഴുകിയതിന് ശേഷം അതുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഈ ഐറ്റംസ്, പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഞാൻ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ചേർക്കുന്നത്. അത് പിന്നെ മന്തിൻ്റെ മസാല കടയിൽ മേടിക്കാൻ കിട്ടും, അതുണ്ടെങ്കിൽ അതും, പിന്നെ മാഗിൻ്റെ ക്യൂബ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഓയിൽ, ചെറിയ ജീരകവും വലിയ ജീരകവും ഇടും ഞാൻ. അതും കുറച്ച് ഇട്ടതിന് ശേഷം പിന്നെ കളറ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ അതും ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് നേരം വെക്കണം. ശരിക്ക് എനിക്ക് വെക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിൽ സെറ്റാക്കി എടുക്കണം. ഞാൻ കുക്കറിൽ മസാല തേച്ചിട്ട് ഓയിലും ആവശ്യത്തിനുള്ള നമുക്ക് റൈസൊക്കെ ആവശ്യമുള്ള ഓയിലും പാടെ ചേർത്തിട്ട് ഞാൻ കുക്കറിൻ്റെ വിസിൽ മാറ്റി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അത് അതിലൊന്ന് വേവിച്ചെടുക്കും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യൽ വെച്ചാൽ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ പകുതി ഇങ്ങനെ വേവിക്കും, എന്നിട്ട് ബാക്കി ഞാൻ എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നല്ല ഫ്രൈ ആവില്ല എന്നൊക്കെ ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആക്കരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ എല്ലാം പാടെ ഒന്നിച്ചിട്ട് ഇത് ഇതേപോലെ തക്കാളി പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷണലാണ്. ഞാനത് ഉണ്ടായതിനെ കൊണ്ട് ആഡ് ചെയ്തതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പകുതി മുക്കാൽ പരിപാടി തീരും കേട്ടോ. ഞാൻ ഏകദേശം ആര്യന് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോൾ തൊട്ട് അവനെയും കൊണ്ടാണ് വർക്കിന് പോകണം. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വർക്കിന് പോയിന ടൈമിലൊക്കെ അവന് മുട്ടുത്തി നടക്കണുള്ളൂ, അവനെയും കൊണ്ടാണ് വർക്കിന് പോയിന്. പക്ഷെ ഇപ്പം ഒരു വീക്കായിട്ട് ആര്യനെ വർക്കിന് കൊണ്ടുപോകലില്ല. അവന് 2-2.5 വയസ്സായില്ലേ, അപ്പോൾ അവന് അതിൻ്റെതായ ഒരു കുറുമ്പും വാശിയും ഒക്കെ കൂടിയതുകൊണ്ട് ഫാർമസിക്ക് ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അവനെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മെഡിസിൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ മാത്രമല്ല അവന് ഇപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കേണ്ട ഒരു പ്രായമാണ്. അതുകൊണ്ട് അവനെ ഡേ കെയറിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ വർക്കിന് പോകല്. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാരണം ഇത്രയും കാലം അവനിൻ്റെ കൂടെ വർക്കിനുണ്ടായിരുന്നു. ഇപ്പോൾ അവനില്ലാത്തത് അവനക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നൊരു ശീലമായിട്ട് വരണം. അതുവരെ എനിക്ക് ഞാൻ ഭയങ്കര ഓക്കെ അല്ല. അതാണ് കാര്യമായിട്ട് വീഡിയോസ് ഇടാനും ഒന്നിനൊരു മൂഡില്ല അതിനകത്ത്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. ഇതിന് ഞാൻ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുള്ളൂ. അതിൽ 3ാമത്തെ മുട്ടൻ്റെ യെല്ലോ പാർട്സ് എടുത്തിട്ടില്ല, ബാക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പാലും കുറച്ച് സുർക്ക അല്ലെങ്കിൽ നാരങ്ങൻ്റെ നീരായാലും മതി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും, ഇത്ര ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കല്. ഇതിലേക്ക് ചില ആൾക്കാർ പഞ്ചസാരയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉപയോഗിക്കുകയാണ്. ഞാനതൊന്നും ഉപയോഗിക്കില്ല, ഇത് മാത്രം മതി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് ഓയിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രമേ വരുന്നു. സാധാരണ നമ്മൾ മുട്ട അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിൽ ഉപയോഗിച്ചാലേ അത് തിക്കായിട്ട് വരുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലേ ആവശ്യമുള്ളൂ, എന്നാൽ തന്നെ പെട്ടെന്ന് തിക്കായിട്ട് വരും. പിന്നെ തിക്നെസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നല്ല തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. മറ്റേ സോസിൻ്റെ ടേസ്റ്റ് അല്ല, ഇതിനൊരു വേറെ ടേസ്റ്റാണ്, പക്ഷെ എന്നാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആ പരിപാടി അവിടെ തീർന്നു. നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഓയിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ആഡ് ചെയ്തു ഞാൻ, അതിൻ്റെ ഒരു ആ ടേസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഇനിയിപ്പോൾ നമ്മൾ ചിക്കന് കുക്കറിൽ പകുതി വേവിച്ചിട്ടുണ്ട്, ബാക്കി നമുക്ക് എയർ ഫ്രയറിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ വേവിച്ചെടുത്താൽ മതി. 10 മിനിറ്റ് ആയാലും മതി. അപ്പുറം മറിച്ചിട്ട് വേവിച്ചെടുത്താൽ അതും ഒരു ഫ്രൈ ആയി കിട്ടും, ഉള്ളു സോഫ്റ്റ് ആവും. നമ്മൾ റൈസ് ഏകദേശം വെന്തിക്കണം, അത് ഒന്ന് തിളപ്പിച്ച് ഊറ്റി മാറ്റണം. പിന്നെ കുറച്ച് മസാലയും ഓയിലും ബാക്കി ഉണ്ടാവും, അത് നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യമുണ്ട്. പകുതി മുക്കാൽ വേവേ ഇപ്പോൾ റൈസ് ആയിട്ടുള്ളൂ. നമ്മൾ കുക്കർക്ക് ഈ മസാലയും ഓയിലുള്ള ഗ്രേവി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റൈസ് ഇടണം. എന്നിട്ട് ചിക്കന് എയർ ഫ്രൈയിൽ നിന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ അതും
കൂട്ടത്തിൽ കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ നന്നായിട്ടൊന്ന് വിസിലില്ലാണ്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ. അപ്പോഴത്തേക്കും നമ്മളെ സാധനം സെറ്റായി കിട്ടും. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിങ്ങനെ അല്ലാതെ നമുക്ക് മന്തി ഉണ്ടാക്കട്ടോ. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെമ്പട്ടിയിൽ ഉണ്ടാക്കൽ. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇത് അടുപ്പത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി കണലും ഒക്കെ ഇട്ട് പുകയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മന്തിൻ്റെ ടേസ്റ്റ് കൂടും. ഇതൊക്കെ കുറച്ചും കൂടി ഐറ്റംസൊക്കെ ശരിക്കും വേണം. ക്യാപ്സിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസാല കൂട്ടുന്ന സമയത്ത് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാലും ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. ചിലർ മല്ലിയില ഇടും. ഓരോരുത്തർക്കും ഓരോതായിട്ട് ആഡ് ചെയ്യുമല്ലോ. നമ്മൾ നോർമൽ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മളതായിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ സാധനങ്ങൾ ഉള്ളതിനനുസരിച്ച് ചിലപ്പോഴൊക്കെ ആഡംബരമാക്കിയിട്ട് ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ ഇന്ന് ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റാണ് ഇനി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മന്തിയാണ്. അപ്പോൾ മന്തിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം കുട്ടികൾക്ക് രണ്ടാക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഇപ്പോൾ വർക്കുള്ളതുകൊണ്ട് തന്നെ വേറെ പരിപാടിയൊന്നുമില്ല. എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ജോലിക്ക് പോകുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, രാവിലെ എണീക്കുന്നു, മോനെ ഡേ കെയറിലാക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയൊക്കെ ഒന്ന് ട്രാക്കൊക്കെ വന്നിട്ട് വേണം. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടയിൽ ഇപ്പോൾ പൊതുവെ കുറവാണ്. ഒന്നാമത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി സെറ്റാക്കിയെടുത്ത് വീഡിയോസൊക്കെ ഡെയിലി ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കാണാനും അതേപോലെ തന്നെ വീഡിയോസ് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.